വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 5ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യ പരിഹാരം എന്ന് പറയുന്നത്. അതിൻ്റെ 1ഉം 2ഉം പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. 1ാമത്തെ പാർട്ട് എഴുതി വൃത്തിയായി മനസ്സിലായതിന് ശേഷം വേണം 2ാമത്തെ പാർട്ട് എഴുതിയെടുക്കാൻ കേട്ടോ. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ചോദിക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പം നമ്മളതിൻ്റെ 3ാമത്തെ പാർട്ടാണ് ഇടുന്നത്. അതിനകത്തിൽ മടങ്ങും ഭാഗവും എന്ന് പറയുന്നതാണ് അടുത്തത് കേട്ടോ. അതായത് മൾട്ടിപ്പിൾ ആൻഡ് പാർട്സ്. മലയാളം മീഡിയക്കാർക്കും ഇംഗ്ലീഷ് മീഡിയക്കാർക്കും ഒരേ രീതിയിലാണ് ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയിട്ടേക്കുന്നതും കണക്ക് പറഞ്ഞു തരുന്നതും. മൾട്ടിപ്പിൾ ആൻഡ് പാർട്സ് എന്നാണ്, മടങ്ങും ഭാഗവും. അപ്പോൾ അതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കണേ നിങ്ങളെ. ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്ന കണക്കാണ്. ഗോപുവിന് 3 നോട്ട് പുസ്തകവും ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്നതാണ്. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കണേ. ഞാൻ മലയാളം ആയതുകൊണ്ട് എളുപ്പമൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഇതൊന്ന് അറിഞ്ഞിരിക്കണേ. ഗോപുവിന് 3 നോട്ട് പുസ്തകവും അനിയത്തി മീനയ്ക്ക് 2 നോട്ട് പുസ്തകവും വാങ്ങിയപ്പോൾ, ഗോപുവിന് 3 നോട്ട് ബുക്കും അനിയത്തി മീനയ്ക്ക് 2 നോട്ട് ബുക്കും വാങ്ങിയപ്പോൾ 100 രൂപയായി. അങ്ങനെയാണെങ്കിൽ ഒരു നോട്ട് പുസ്തകത്തിൻ്റെ വില എന്താണ്? അങ്ങനൊരു ചോദ്യം കിടപ്പുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാം. അപ്പോൾ നോക്കി ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ. ഇംഗ്ലീഷ് മീഡിയക്കാർ എങ്ങനെയായാലും നോക്കി ഇത് ചെയ്തിട്ടേക്കുന്ന കണക്കാണ്. നിങ്ങളുടെ ടെസ്റ്റ് ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് കിട്ടിയതെന്നൊന്നും അറിയണ്ടേ. അതുകൊണ്ടാണ് ഗോപുവിന് നോക്കണേ കുഞ്ഞുങ്ങളെ. ഗോപുവിന് എത്ര വാങ്ങിയത്? സ്റ്റെപ്പ് എഴുതണേ. ഗോപുവിന് 3 നോട്ട് ബുക്ക് വാങ്ങി അല്ലേ. 3 നോട്ട് ബുക്ക്. അപ്പം നമ്മളിവിടെ നോട്ട് ബുക്ക് വാങ്ങി എന്ന് പറഞ്ഞു അല്ലേ. എത്ര രൂപയാണെന്ന് നമുക്കറിയത്തില്ല. ഗോപുവിന് 3 നോട്ട് ബുക്ക് വാങ്ങി, പക്ഷേ എത്രയാണെന്നറിയത്തില്ല. 3 നോട്ട് ബുക്ക് വാങ്ങി എന്നുള്ളതിന് നമ്മൾ 3x എന്ന് കൊടുക്കുക. നോട്ട് ബുക്കിന് എത്രയാണെന്ന് നമുക്കറിയത്തില്ല. 3 എണ്ണം വാങ്ങിച്ചു, പക്ഷേ എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല അല്ലേ. ഇനി അടുത്തത് അനിയത്തി ആരായിരുന്നു? മീന. മീനയ്ക്ക് എത്ര? 2 നോട്ട് ബുക്ക് വാങ്ങി. മീനയ്ക്ക് 2 നോട്ട് ബുക്ക് ആകുമ്പോൾ അവിടെ 2x. മനസ്സിലായോ? ഗോപുവിന് 3 നോട്ട് ബുക്കും വാങ്ങി, മീനയ്ക്ക് 2 നോട്ട് ബുക്കും വാങ്ങി. മൊത്തം അപ്പോൾ എത്ര ബുക്ക് വാങ്ങി? 5 നോട്ട് ബുക്ക് വാങ്ങി. ഫസ്റ്റ് ഇതങ്ങ് മനസ്സിലാക്കണേ കേട്ടോ. പക്ഷേ ഇവിടെ ഇത്രയാണ് നമ്മുടെ ആദ്യം. 2 പേർക്കും കൂടെ 5 നോട്ട് ബുക്ക് വാങ്ങി, പക്ഷേ വില എത്രയാണെന്ന് അറിയത്തില്ല. ആകെ വില അല്ലേ, ടോട്ടൽ എമൗണ്ട്, ബുക്കിൻ്റെ ടോട്ടൽ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. എമൗണ്ട് നോട്ട് ബുക്ക് എത്ര? 100 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 100 റുപ്പീസ് അത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇത് വെറുതെ അത് പറയുക ചെയ്തിട്ടേക്കുന്ന കണക്കാവശ്യം എങ്ങനെയാണ് കിട്ടിയതെന്ന് അറിയാൻ വേണ്ടിയാട്ടോ. അപ്പം നമുക്ക് ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് ഗോപുവിന് 3 നോട്ട് ബുക്ക് പിന്നെ മീനയ്ക്ക് 2 നോട്ട് ബുക്ക്. അപ്പോൾ രണ്ടും കൂടി 5 നോട്ട് ബുക്ക് വാങ്ങിച്ചു. പക്ഷേ എത്ര രൂപ വെച്ചാണെന്ന് നമുക്കറിയത്തില്ല. എത്ര രൂപയാണെന്നല്ല, ഓരോന്നിനും എത്ര രൂപയാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ മൊത്തം എമൗണ്ട് 100 രൂപയായി. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുമെന്നാണ് കേട്ടോ. 2നും കൂടി എന്നല്ലേ, അപ്പോൾ എന്താ അവിടെ കൂട്ടാനാണ്. 2നും കൂടി എത്ര? 2നും കൂടി 100 രൂപയായി കേട്ടോ. 3 നോട്ട് ബുക്കും ഗോപുവും മീനയ്ക്കും 100 രൂപയായി എന്നുള്ളതാണ് കേട്ടോ. കൂട്ടാനാണ് 2നും കൂടി. അപ്പോൾ ഇവിടെ 3x 2x കൂടെ ആയപ്പോൾ 5x. 5x = 100 ആണെങ്കിൽ x = 100. ഈ 5 ഇൻറ്റു ആണ് കേട്ടോ. 5x എന്ന് വെച്ചാൽ 5 × x ആണ്. അപ്പോൾ എങ്ങനെ എഴുതും? ഈ ഇൻറ്റു വന്നുകൊണ്ട് ഇപ്പുറത്ത് ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പോൾ എന്താ? അത് ഡിവിഷനായിട്ട് മാറും. 100/5 എന്ന് വെച്ചാൽ 20 കേട്ടോ. 20. ഈ 20 എന്താണെന്നാണ് പറയുന്നത്? 20 ഇവിടെ കിട്ടി. ഈ 20 എന്താ? 20 നമുക്ക് കിട്ടിയത് നോട്ട് ബുക്കിൻ്റെ വില. പക്ഷേ ഇവിടെ ഓരോരുത്തരും ഒരു നോട്ട് ബുക്കിൻ്റെ വില 20 ആണെങ്കിൽ ഇവിടെ നോക്കിക്കേ. ആദ്യം ഗോപുവിന് 3 നോട്ട് ബുക്കാണ് വാങ്ങിയത്. ഗോപുവിന് 3 നോട്ട് ബുക്ക് വാങ്ങി. അപ്പോൾ എങ്ങനെ എഴുതും? 20 × 3 എത്ര? 60. 60 രൂപ ഗോപുവിനായി. 60 രൂപ. ഇത് ഒന്ന് അറിയാൻ വേണ്ടിയാവും കേട്ടോ. അടുത്തതോ മീന അല്ലേ. മീനയ്ക്കോ ഒരു നോട്ട് ബുക്കിന് 20 രൂപയാണ്. മീനയ്ക്ക് എത്ര? 20 രൂപയാണ് ഒരു നോട്ട് ബുക്കിന്. 2 നോട്ട് ബുക്കായിരുന്നു. എത്ര? 2 40 രൂപ. അപ്പോൾ നോക്കിയേ, രണ്ടും കൂടെ കൂട്ടി നോക്കിയേ 100 രൂപയായില്ലയോ കേട്ടോ.
ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ എങ്ങനെയാണ് വന്നതെന്ന്. ഗോപുവിന് 3 നോട്ട് ബുക്കായിരുന്നു, അപ്പോൾ 3x എന്ന് കൊടുത്തു. അനിയത്തി മീനയ്ക്ക് 2 നോട്ട് ബുക്ക് 2x എന്ന് കൊടുത്തു കേട്ടോ. രണ്ടുകൂടെ കൂട്ടിപ്പോൾ 5x. രണ്ടിൻ്റെയും കൂടെ വില 100 ആയിരുന്നു. അപ്പം നമ്മൾ രണ്ടിനും കൂടി എന്ന് പറഞ്ഞത് കൊണ്ടാണ് 3xും 2x കൂടെ കൂട്ടിയത് 100 ആയത് അല്ലേ. ഈ 5x രണ്ടുകൂടെ കൂട്ടുമ്പോൾ 5x = 100 ആണ്. അപ്പം x ആണ്, എല്ലാത്തിൻ്റെ x ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. x = 100. ഇത് ഇൻറ്റു ആണ് വന്നതുകൊണ്ട് ഇപ്പുറത്ത് ഇപ്പുറത്ത് നമ്മൾ ഡിവിഷനായി 20. അപ്പോൾ ഒരു നോട്ട് ബുക്കിൻ്റെ വില 20 രൂപയാണ്. ഗോപുവിന് 3 നോട്ട് ബുക്കാണ് വാങ്ങിച്ചത്, അപ്പോൾ 20 × 3 60 ആണ്. മീനയ്ക്ക് 2 നോട്ട് ബുക്കാണ് വാങ്ങിച്ചത്, അപ്പോൾ 20 × 2 40 ആണ്. രണ്ടും കൂടി 100 രൂപയായി. ഓക്കെ ആണോ? നമുക്കിനി ഇത് ചെയ്തിട്ടേക്കുന്ന കണക്കാണ്. നിങ്ങൾക്ക് അഥവാ മനസ്സിലായില്ലെങ്കിൽ കേട്ടോ ഒന്ന് അറിയാൻ വേണ്ടിയാണ്. ഉണ്ടോ 20 രൂപ കേട്ടോ. 20 രൂപയാണ് നോട്ട് ബുക്കിൻ്റെ വില. അപ്പോൾ ഓരോരുത്തരുടെയും വില കേട്ടോ. ഇനി നമുക്ക് എക്സസൈസ് അതിനകത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 84. ഗോപു കഴിഞ്ഞ് മാറ്റി വെക്കാം. അടുത്ത മടങ്ങും ഭാഗവും അല്ലേ. ദ സം ഓഫ് 2 ടൈം, ഇത് നോക്കണം നിങ്ങൾ. ദ സം ഓഫ് 2 ടൈംസ് എ നമ്പർ ആൻഡ് 7 ടൈംസ് ദ സെയിം നമ്പർ. ഇത് നല്ലപോലെ നോക്കണേ കേട്ടോ. The sum of 2 times a number and 7 times the same number is 27. What is the number? പേജ് നമ്പർ 84 ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യമാണ്. ഒരു സംഖ്യയുടെ 2 മടങ്ങ് എന്ന് കേൾക്കുമ്പോഴേ 2x ആട്ടോ. ഒരു സംഖ്യയുടെ 2 മടങ്ങും പിന്നെ 7 മടങ്ങും കൂട്ടിയപ്പോൾ 27 കിട്ടി. സംഖ്യ ഏതാണ് കേട്ടോ? വല്ല മനസ്സിലായോ? ഒരു സംഖ്യയുടെ 2 മടങ്ങും 2 ടൈം എന്ന് നമ്മൾ പറയത്തില്ലേ, 2 ടൈംസ് 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കുഞ്ഞുങ്ങളെ എങ്ങനെ? ഓക്കെ, 2 ടൈംസ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 2 × x എന്നാണ് കേട്ടോ. 2x. അടുത്തത് 7 ടൈംസ് എന്ന്, അതൊക്കെ ഓർത്തോണം. 7 മടങ്ങ് 7 ടൈംസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ 7 മടങ്ങ് എന്ന് വെച്ചാൽ 7 × x എന്നാണ് കേട്ടോ. ഈ ടൈംസ് എന്ന് വെച്ചാൽ എന്താ ഇവിടെ മടങ്ങെന്നാണ്. മലയാളം മീഡിയക്കാർ മടങ്ങ് എന്ന് എഴുതിക്കോണം കേട്ടോ. 7x ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ എങ്ങനെ എഴുതാം? ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ എന്ന് പറഞ്ഞുണ്ട് അല്ലേ. എന്താ കൂട്ടിയപ്പോൾ കേട്ടോ. സമ്മെന്ന് ചോദ്യം നോക്കണം കേട്ടോ. കൂട്ടാനാണോ കുറയ്ക്കാനാണോ എന്ന് നോക്കിയിട്ട് വേണം. സമ്മ് തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതും? ഈ 2 × x 2x ആണ് അല്ലേ. 2x പ്ലസ് 7 × x 7x = 9x ആണ് കേട്ടോ. 9x ആണ് കേട്ടോ. അത് ഓർത്തോണേ. ഇത്രയും ഓക്കെ ആണോ? അപ്പോൾ ഇനി നമുക്ക് എന്താ 2x പ്ലസ് 7x എന്ന് പറയുന്നത് ഇത് രണ്ടുകൂടെ കൂട്ടിയൊന്ന് എഴുതുന്നേ ഉള്ള കേട്ടോ. 2xും 7x കൂടെ കൂട്ടിയപ്പം 9x ആയെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതിയത്. ഇവിടെ 2 മടങ്ങും 7 മടങ്ങും ഒരു സംഖ്യയുടെ ഏതോ ഒരു സംഖ്യയുടെ 2 മടങ്ങും 2x 7 മടങ്ങും 7 ടൈംസ് ഇംഗ്ലീഷും ഉണ്ടേ ഇതും കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര വന്നെന്നാണ് പറഞ്ഞത്? 27 ആണ് കേട്ടോ. അപ്പം നമ്മളിവിടെ കൂട്ടി 2xും 7x കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 9x കിട്ടി. 9x എന്ന് പറഞ്ഞ് 27 ആണെങ്കിൽ x = 27. ഇത് 9 എപ്പോഴും ഓർത്തണം കേട്ടോ. ഏതൊരു സംഖ്യയുടെ കൂടെ ഇപ്പം 9x എന്ന് വെച്ചാൽ 9 × x ആണ്. ഇൻറ്റു ഈക്വലിന് ഇപ്പുറത്താണെങ്കിൽ പൊക്കിയെടുത്ത് ഇപ്പുറത്ത് ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പം പ്ലസ് ആണെങ്കിൽ ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആണെങ്കിൽ ഇപ്പുറത്ത് വരുമ്പം പ്ലസ്, ഇൻറ്റു ആണെങ്കിൽ ഇപ്പുറത്ത് വരുമ്പം ഡിവിഷൻ ആണെങ്കിൽ ഇപ്പുറത്ത് വരുമ്പോൾ ഇൻറ്റു. ആ 4 എണ്ണവും ഞാൻ ഫസ്റ്റ് ഇതിൽ പറഞ്ഞതാണ് കേട്ടോ, മറക്കല്ലേ. അപ്പോൾ ഇവിടെ 27 / 9 ആണ്. അപ്പോൾ ആൻസർ എന്ത് വരും? 3 ആണ് കേട്ടോ. 3 × 9 27. 9 ആണ് അവിടെ വരുന്നത് കേട്ടോ. 3 കേട്ടോ. സംശയമുണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങളിവിടെ? ഇവിടെ ചോദ്യം നോക്കിയാൽ ദ സം ഓഫ് 2 ടൈംസ്. ഒരു സംഖ്യയുടെ 2 മടങ്ങെന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ എല്ലാം 2 ടൈംസ് മടങ്ങ് 2 × ആ സംഖ്യ x എന്ന് ഇട്ടാൽ മതി കേട്ടോ. 7 ടൈംസ് 7 × മടങ്ങെന്ന് കേൾക്കുമ്പോഴേ x ഇട്ടാൽ മതി കേട്ടോ. 2x പ്ലസ് കൂട്ടിയപ്പോൾ 7x അല്ലേ. ഇത് കൂട്ടിയപ്പോൾ നമുക്ക് എന്താ വന്നത്? 27. ഇതാണ് കറക്റ്റ്. ഞാനിത് ഇത്ര എഴുതിയാൽ മതി. ഞാനിത് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ എഴുതിയത് കേട്ടോ. നമുക്ക് ഇത്രയും മാത്രം എഴുതിയാൽ മതി. ആൻസർ ഇത്രയേ ഉള്ളൂ.
2x കൂടെ 7x കൂടെ കൂട്ടുമ്പോൾ 9x. അപ്പം നമ്മൾ കൂട്ടിയപ്പോൾ 27 വന്നത്. 9xനകത്തിൽ x ആണ് കണ്ടുപിടിക്കേണ്ടത്. 9നെ ഇപ്പുറത്ത് കൊണ്ടുവന്നപ്പോൾ ഡിവിഷനാണ് കേട്ടോ, 3. ഇനി അടുത്തത്, ഒരു സംഖ്യയുടെ 12 മടങ്ങിനോട് 99 കൂട്ടിയപ്പോൾ സംഖ്യയുടെ 21 മടങ്ങായി. ഒരു സംഖ്യയുടെ 12 മടങ്ങിനോട് ഏതോ ഒരു സംഖ്യ, നമ്മൾ പറഞ്ഞു മടങ്ങെന്ന് കേൾക്കുമ്പോൾ എങ്ങനെ എഴുതണമെന്നല്ലേ, ഒരു സംഖ്യയുടെ 12 മടങ്ങിനോട് അല്ലേ, 12 മടങ്ങിനോട്. അപ്പം നമുക്ക് എഴുതാം 12 മടങ്ങെന്ന് കേട്ടാലേ ഓർത്തോണം x ആണ്. 12 മടങ്ങിനോട് എത്ര, 99 കൂട്ടിയപ്പോൾ 21 മടങ്ങെന്ന് കേൾക്കുമ്പോഴേ ഇനി ഇൻറ്റു എക്സ് വേണം, ഇങ്ങനെ എഴുതിക്കോ കുഞ്ഞുങ്ങളെ. അതെ, 12 ഇൻറ്റു എക്സ് എന്ന് വേണ്ട എഴുതിക്കോ, അപ്പം നിങ്ങൾക്ക് തെറ്റത്തില്ല. 12 മടങ്ങെന്ന് കേൾക്കുമ്പോഴേ ഇൻറ്റു എക്സ് പ്ലസ് 99 കൂട്ടിയപ്പോൾ 21 എന്താ മടങ്ങായി. മടങ്ങെന്ന് വെച്ചാൽ എക്സ് കേട്ടോ. 21 മടങ്ങ് എന്ന് വെച്ചാൽ ടൈംസ്, ഇംഗ്ലീഷ് ടൈംസ് ആണ്. 21 ടൈംസ്, 21 മടങ്ങ് കേട്ടോ. അപ്പോൾ 21 ഇൻറ്റു എക്സ് ഇങ്ങനെ എഴുതിക്കോ കേട്ടോ, അപ്പം തെറ്റത്തില്ല കേട്ടോ. ഇനി നോക്കിയേ, 12 ഇൻറ്റു എക്സ് നമുക്കറിയാം എന്താ, 12x ആണ്. വേണേ ഒന്നുകൂടെ എഴുതിക്ക്, 99 ഈസിക്കൽ ടു 21x. ഇതെന്തിനാ 2 വട്ടം എഴുതിയെന്നല്ലേ. അപ്പം മടങ്ങെന്നുള്ളത് ആ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ, 12x 21x. ഒന്നുകിൽ ഈ 12xനെ ഇനി ഇപ്പുറത്ത് 21ൻ്റെ x കൊണ്ടുവരാം, അല്ലെങ്കിൽ ഈ 21xനെ പൊക്കിയെടുത്ത് ഇനി ഇപ്പുറത്ത് കൊണ്ടുവരാം. കാരണം രണ്ടുപേരും x ആണല്ലോ, മനസ്സിലായോ? ഇവിടെ ഒരു ഈക്വലും കിടപ്പുണ്ട്, രണ്ടുപേരും 2 വീട്ടിലാണ് അല്ലേ. ഇയാൾ ഇപ്പുറത്തെ വീട്ടിലും ഇയാൾ ഇപ്പുറത്തെ വീട്ടിലുമാണ്. അതുകൊണ്ട് ഒന്നുകിൽ ഇതിനെ എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവരണം, അല്ലെ ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവരണം. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പൊക്കിയെടുത്ത് അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഇവിടെ ആരേ ഉള്ളൂ, 99 ഉള്ളതെന്ന് ഓർത്തോണം. മറ്റേത് അങ്ങ് അപ്പുറത്ത് പോയി. ഈക്വല് കഴിഞ്ഞിട്ടുള്ളത് എഴുതാവേ കേട്ടോ. ഈക്വല് കഴിഞ്ഞിട്ട് ഇവിടെ 21x ആണ്. അപ്പോൾ ഇവിടെ 12x ആണ് അല്ലേ, പ്ലസ് 12x ആണ്. സൈൻ ഒന്നും ഇപ്പുറത്തില്ലല്ലോ, ഇല്ലെങ്കിൽ അത് പ്ലസ് ആണ്. അതിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താ, മൈനസ്. അതൊക്കെ അറിയണേ. ഇവിടെ 12x ആണ്. 12x എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, സൈൻ ഒന്നും ഇവിടെ ഇല്ല അല്ലേ, ഇല്ലെങ്കിൽ അത് പോസിറ്റീവാണ്. പോസിറ്റീവിനെ നമ്മൾ ഇപ്പുറത്തോട്ട് പൊക്കിയെടുക്കുമ്പോൾ നെഗറ്റീവ് ആവും കേട്ടോ. നെഗറ്റീവ് 12x ആണ് കേട്ടോ. 99 അതുപോലെ തന്നെ എഴുതുക. 21 12 പോലെ എത്ര ആവും നിങ്ങൾ, 9 കേട്ടോ. 9x ആണ് കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നോക്കി, ഇവിടെ 99 ആണ്, ഇവിടെ 9 ആണ്. നോക്കി, രണ്ടുപേരും ഒറ്റയ്ക്ക്, അവിടെ ഒരാൾ ഇവിടെ ഒരാൾ. അപ്പം നമ്മൾ എന്തറിയോ, എക്സിനെ അവിടെ നിർത്തിയിട്ട് ഈ സംഖ്യ, ഇവിടെ സംഖ്യയേ ഉള്ളൂ അല്ലേ, ഇവിടെ വേരിയബിൾ ഒന്നും ഇല്ല. അത് ഇംഗ്ലീഷ് ആൽഫബറ്റ് ഒന്നുമില്ല, വേരിയബിൾ എന്നാണ് പറയുന്നത് കേട്ടോ. ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ 9നെയും കൂടെ എന്ത് ചെയ്യുക, ഇങ്ങനെ എടുത്തുകൊണ്ട് വരിക. 99/9 ഈസിക്കൽ ടു എക്സ് അല്ലേ. അപ്പം 99നെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 1 9 9, പിന്നെ 9 1 9 9. അപ്പോൾ എത്ര വരും, 11 ഇവിടുത്തെ എക്സ്. അത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ? എളുപ്പമില്ലയോ? നിങ്ങളെ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. രണ്ടാമത്തെയാണിത്. അടുത്ത മൂന്നാമത്തത് പേജ് നമ്പർ 85 അല്ലേ. അപ്പം അതിന് മുമ്പേ വല്ലതും ഉണ്ടോ ഭാഗം എടുത്തപ്പോൾ? ഈ പറയുന്ന പോലെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ 85-ാമത്തെ ചോദ്യം എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 85-ാമത്തെ ചോദ്യം നോക്കിയേ. ഒരു കയറിൽ നിന്ന്, നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ, പേജ് നമ്പർ 85. ഒരു കയറിൽ നിന്ന് പിന്നെ അതിൻ്റെ 1/3 ഭാഗം മുറിച്ചു മാറ്റിയപ്പോൾ മിച്ചമുള്ള ഭാഗത്തിൻ്റെ നീളം 100 മീറ്ററാണ്. കയറിന് എന്ത് നീളം ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം. നല്ലപോലെ മനസ്സിലാക്കണേ. A third of a piece of rope cut away leaves 10 meter. What is the original length? ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഒരു കയറിൽ നിന്ന് അതിൻ്റെ 1/3 ഭാഗം എന്നാണ്. ഒരു കയർ, മനസ്സിലായോ? ഒരു കയർ, നമുക്കിവിടെ ഒരു കയർ കെട്ടാന്നുണ്ട്. എല്ലാം ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഇതൊരു കയറാണ് കേട്ടോ. ഇതൊരു കയറാണ്, റോപ്പ് കേട്ടോ. ഈ റോപ്പിന് ഓർത്തോണേ, ഒരു കയറാണിത്. ഈ കയറിൽ അതിൻ്റെ 1/3 ഭാഗം, ഇതിനെ നമ്മൾ 3ആയിട്ട് അങ്ങ് മാറ്റും. 1 കറക്റ്റായിട്ട് അളന്നൊക്കെ വെക്കണം. ഓക്കെ, 3ആയിട്ട് നമ്മൾ അതിനെ അങ്ങ് മാറ്റി. അപ്പോൾ ഇത് എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല കുഞ്ഞുങ്ങളെ. നമ്മൾ അതുകൊണ്ട് അതിനെ എക്സ് എന്ന് പേര് കൊടുക്കുക. കാരണം ഇത് എത്ര ആണെന്ന് നമുക്കറിയത്തില്ല അല്ലേ. മിച്ചമുള്ള ഭാഗമാണ് നമുക്കിവിടെ 10 തന്നേക്കുന്നത്. മൊത്തം എത്ര ഉണ്ടെന്ന് നമുക്ക്, ഒരു കയറിൽ നിന്നും അതിൻ്റെ 1/3 ഭാഗം, ഒരു കയറാണ്. അപ്പം നമ്മൾ അതിനെ 3ആയിട്ട് 1/3 ഭാഗം, ഇതൊരു ഭാഗം, ഇതൊരു ഭാഗം, ഇതൊരു ഭാഗം, 1/3 ഭാഗം മുറിച്ചു മാറ്റിയപ്പോൾ
1, 2, 3 ഭാഗത്തിൽ ഈ ഒരു ഭാഗം ഞാനിങ്ങ് മുറിച്ചു മാറ്റി. സംഭവം നോക്കണേ, ഇതാണ് നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഇതൊരു കയറാണ്. ഇതിനെ ഞാൻ 3ആയിട്ടങ്ങ് തുല്യ 3 ഭാഗങ്ങളായിട്ട് മാറ്റിയിട്ട് ഇതൊരു ഭാഗം അല്ലേ, ഇതൊരു ഭാഗം, ഇതൊരു ഭാഗം, 3 ഭാഗങ്ങളായിട്ട് മുറിച്ചിട്ട് അതിലൊരു ഭാഗം ഞാനങ്ങ് മുറിച്ചു മാറ്റി. ബാക്കി എത്ര ഉണ്ടെന്നാണ് പറയുന്നത്? അപ്പോൾ ഇത് ഇവിടെ എത്ര വരും? ഇത് മൊത്തം എക്സ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമ്മൾ അതിനെ എങ്ങനെ വേണേൽ പറയാം? x/3 എത്രയാണെന്ന് അറിയാം? x/3 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. കാരണം എത്ര ആണെന്ന് ഇതിൻ്റെ പേര് എക്സ് ആണ് നമ്മൾ കൊടുത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ 1/3 കാരണം 3-1 ഭാഗം അല്ലേ. അപ്പോൾ നമ്മൾ ഈ കയർ എക്സ് ആണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ ഈ എക്സ് ഇട്ട് കൊടുത്തത് കേട്ടോ. അങ്ങനെ അങ്ങ് വിചാരിച്ചോണം കേട്ടോ. എക്സ് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാക്കി പോണേ, ഇത് തെറ്റും. അതുകൊണ്ട് ഇത് വേണേൽ നമുക്ക് ഇത് 3-1, ഇത് 3-1, ഇത് 3-1 എന്ന് വേണേലും പറയാം കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് എക്സ് ആണ്, മൊത്തം എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? എക്സ് എന്ന് കൊടുത്തു. അതിലൊരു ഭാഗം 3-1 ഭാഗം 1, 2, 3 അതിലൊരു ഭാഗം മുറിച്ചു മാറ്റി കേട്ടോ. അപ്പം നമ്മൾ നോക്കിക്കേ, ഈ ബാക്കിയുള്ള 2 ഭാഗം എത്ര ഉണ്ടെന്നാണ് പറഞ്ഞത്? 10 ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ബാക്കി ഈ 2 ഭാഗവും കൂടി എത്ര ഉണ്ടെന്നാണ് പറഞ്ഞത്? 10 ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും നോക്കിക്കേ. ഈ ഒരു ഭാഗവും ഇതിനെ നമ്മൾ എന്താ പറഞ്ഞത്? x/3 3-1 ഭാഗം പ്ലസ് 2 കൂടെ കൂട്ടുമ്പോഴല്ലേ വരുന്നത്, പ്ലസ് x/3 = ഈ 2 കൂടെ കൂട്ടുമ്പോൾ 10 ഉണ്ടെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. മനസ്സിലാക്കണേ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അതും അല്ലെങ്കിൽ 3-ൽ ഇങ്ങനെ എഴുതിയാലും മതി കേട്ടോ. 1/3 കേട്ടോ. 1/3 ഇങ്ങനെ ഇട്ട് ചെയ്താലും മതി കേട്ടോ. ഇനി എങ്ങനെ എക്സ് വന്നത് എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങളെ? ഇതിനെ നമ്മൾ എക്സ് മൊത്തം എത്രയാണെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ഇവിടെ എക്സ് എന്ന് കൊടുത്തത് കേട്ടോ. അപ്പം അതാണ് ഇവിടെ x/3 എന്ന് കൊടുത്തത്. അപ്പോൾ ഇവിടെ എന്താ x/3യും x/3യുടെ കൂട്ടുമ്പോൾ 10 വന്നു. എക്സും എക്സും കൂടെ കൂട്ടുമ്പം 2x ആണ്. ബൈ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം ഒരുപോലെ ആണെങ്കിൽ അത് അതുപോലെ തന്നെ അങ്ങ് എഴുതിയാൽ മതി, നമ്മളൊന്നും ചെയ്യണ്ട. ഡിനോമിനേറ്റർ ഒരുപോലെ അല്ലെ ഛേദം ഒരുപോലെ വന്നാൽ അതിനെ ഒന്നും ചെയ്യണ്ട, കൂട്ടിയൊന്നും വെക്കല്ലേ, അത് അതുപോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ. 2x/2x വന്നാൽ അറിയാമേ, ഇത് രണ്ടും കൂടി മതി, മറ്റേത് മുറിച്ച് മാറ്റി. അപ്പോൾ ഇത് രണ്ടുമേ ഉള്ളൂ. ആ 2 എണ്ണം കൂടെ എക്സും 2x/3 = 10. അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് എന്താ വേരിയബിൾ ഏതാണെന്നോ കിടക്കുന്ന അതാണ് അതിൻ്റെ കണ്ടുപിടിക്കുക. അപ്പോൾ 2x ഈക്വൽ കഴിഞ്ഞിട്ട് ഇവിടെ ആരാ? 10 ആണ്. പിന്നെ ഡിവൈഡ് 3 ആണ്. ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് വരുമ്പോൾ എന്താ? ഇൻറ്റു ആയിട്ട് മാറും. ഡിവിഷന് ഇൻറ്റു ആയിട്ട് മാറും. ഡിവിഷൻ എന്ന് വെച്ചാൽ എന്താ? ഹരണം, ഹരിക്കാനുള്ളത് അല്ലേ, ഭാഗിക്കാനുള്ളത് ഗുണിക്കാനായിട്ട് മാറും. കൂട്ടാനുള്ളത് കുറയ്ക്കണം, കുറയ്ക്കാനുള്ളത് കൂട്ടണം. ഭാഗിക്കാനുള്ളത് ഗുണിക്കണം, ഗുണിക്കാനുള്ളത് ഭാഗിക്കണം. തല തിരിച്ചാണ് ഈക്വലിന് അപ്പുറം ഇപ്പുറത്തോട്ട് പൊക്കി എടുത്തുകൊണ്ട് പോകുമ്പോൾ. അപ്പോൾ ഇവിടെ ഈക്വലിന് ഇപ്പുറത്ത് കിടന്ന 3 ആണ്, അതിനെ പൊക്കി ഇപ്പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ ഭാഗിക്കാൻ കിടന്ന 3 ആണ്, അതിനെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഗുണിച്ചു കേട്ടോ മലയാളം മീഡിയക്കാർ. അപ്പോൾ 2x = എത്ര നിങ്ങളെ? 2x = 30 ആണ്. 10 × 3 30 ആണ്. അപ്പോൾ x = നോക്കിയേ 2 × x ആണ് അല്ലേ. 2 ഇൻറ്റു ഇപ്പുറത്ത് വന്നാൽ എന്താ? ഡിവിഷൻ ആണ് അല്ലേ. 30/2 = 15. ഇതാണ് സംഭവം. 15 കിട്ടിയേ. മനസ്സിലാക്കി ചെയ്യണം കേട്ടോ. ഇനി അങ്ങോട്ട് പോകും തോറും കണക്കിൻ്റെ കട്ടി കൂടിക്കൊണ്ടേയിരിക്കും. ഒന്നാമത്തെ പാർട്ടിൽ ഞാൻ എപ്പോഴും ഏറ്റവും എളുപ്പമുള്ള മെത്തേഡിൽ ആണ് പറഞ്ഞു തരുന്നത് കേട്ടോ. എളുപ്പം എങ്ങനെ മനസ്സിലാക്കാവുന്നുള്ള കുഞ്ഞുങ്ങൾ. ഈ മാത്സ് എന്ന് പറയുമ്പം ഒരു 100-ൽ 25% പാടാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനെ ഒന്ന് എളുപ്പമാക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ പാട് എന്നുള്ള വാക്കിനെ ഒന്ന് ഇച്ചിരി മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് 2 കാണണം കേട്ടോ. 2 കണ്ടതിന് ശേഷമേ ഇത് കാണാവൂ. ഓരോ സ്റ്റെപ്പുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കുക. ഇനി അതിൻ്റെ 3ാമത്തെ ചോദ്യം കുഞ്ഞുങ്ങളെ നോക്കി. ഇത് അതിനേക്കാട്ടിൽ ഇമ്പോർട്ടൻ്റ് ചോദ്യം കേട്ടോ. നോക്കാം ഇവിടെ ഹാഫ് ദ മിൽക്ക് ഇൻ എ ക്യാൻ ആൻഡ് എ തേർഡ് ഓഫ് ദ റിമൈനിങ്, നല്ലപോലെ ഇത് നോക്കണേ, റിമൈനിങ് വാസ് യൂസ്ഡ് അപ്പ് ആൻഡ് നൗ ദെയർ ഈസ് 5 ലിറ്റർ റിമൈനിങ്. ഹൗ മെനി ലിറ്റർ ഡിഡ് ഇറ്റ് ഒറിജിനലി കണ്ടെയ്ൻസ്? അതായത് ഒരു പാത്രത്തിലുള്ള പാലിൻ്റെ പകുതിയും, ഈ ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണേ കേട്ടോ,
ഈ ഒരു പാത്രത്തിലുള്ള പാലിൻ്റെ പകുതിയും മിച്ചമുള്ളതിൻ്റെ 1/3 ഉപയോഗിച്ചു കഴിഞ്ഞാൽ 5 ലിറ്റർ ബാക്കി ഇനി മിച്ചമുണ്ടെന്നാണ് പറയുന്നത്. ചോദ്യത്തിൽ തന്നെ ഒരു കൊനിഷ്ടല്ലേ. ഒരു പാത്രത്തിലുള്ള പാലിൻ്റെ പകുതിയും മിച്ചമുള്ള പകുതി ഇങ്ങെടുത്തു അല്ലേ, ബാക്കി മിച്ചമുണ്ടല്ലോ പകുതി, ആ പകുതിയുടെ 1/3 ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ 1/3 കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും അതിലെത്ര ഉണ്ട്, 5 ലിറ്റർ പാല് ബാക്കി പിന്നെ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ പാത്രത്തിൽ എത്ര ലിറ്റർ പാലുണ്ടായിരുന്നു എന്നാണ്. ഈ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഈ മലയാളം മനസ്സിലാക്കണമെങ്കിലേ ഇതൊരു ഇച്ചിരി എളുപ്പമാണ്, എന്നാലും ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് എങ്ങനെയാണെന്നറിയോ, ഈ സ്റ്റെപ്പ് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കണേ. യഥാർത്ഥത്തിൽ എത്ര ഉണ്ടെന്ന് നമുക്കറിയത്തില്ല അല്ലേ. അപ്പം ഇത്രയൊന്ന് നോക്കിയേ, ഒറിജിനൽ എമൗണ്ട്, യഥാർത്ഥ പാല് അല്ലേ, എമൗണ്ട് ഓഫ് മിൽക്ക് ഇൻ ദി ക്യാൻ എക്സ് എന്ന് പറയുക. കാരണം എത്ര ആണെന്ന് നമുക്ക് അറിയത്തില്ല. എങ്ങനെ എഴുതുന്നത്, അതായത് പാത്രത്തിൽ എത്ര ലിറ്റർ പാൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചത് അല്ലേ. ആ ക്യാനിനകത്തിൽ എത്ര ഉണ്ടെന്ന് നമുക്കറിയത്തില്ല, അതിനെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞു. അതായത് ഇനിയുള്ളതാണ് നിങ്ങൾ അറിയേണ്ടത്. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ ഞാനൊരു പാത്രം വരച്ചു. ഈ പാത്രത്തിൽ പകുതി നോക്കിയേ, ഇത് പകുതിയല്ലേ, ഇവിടെ ഇത്രയും എന്താണ് പകുതി പാല്. ഈ പകുതി എന്നുള്ളതിനെ നമ്മളെന്താ ഹാഫ് എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. പകുതി എന്നുള്ളതിനെ നമ്മൾ ഹാഫ് എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമ്മളെന്താ ഇവിടെ നമ്മൾ ചെയ്ത പോലെ x/2 എന്നാണ്. എക്സ് എന്ന് കൊടുത്തിട്ട് എന്താ ഓർത്തോണം, ഇതിനെ x/2 എന്ന് കൊടുക്കുക. നല്ലപോലെ മനസ്സിലാക്കണേ. ഹാഫ് എന്നാണ് നമ്മളതിനെ മൊത്തത്തിൽ എന്താ x/2 എന്നാണ് പറയുന്നത്, പകുതി എന്ന് പറയുന്നത് കേട്ടോ. ഏതാ ഇവിടെ ഇതത് ഈ പാത്രത്തിൻ്റെ പകുതി. നിങ്ങളിത് മനസ്സിലാക്കണേ കേട്ടോ. അതുകൊണ്ട് ഇത്രയും പറയുന്നത് x/2 എന്നാണ്. ഇനി അപ്പോൾ അതിനകത്ത് തന്നെ വരച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ആ പാത്രം വരച്ച് കാണിക്കുന്നത്. പാത്രത്തിൻ്റെ ഷേപ്പൊക്കെ മാറ്റമുണ്ടോ നോക്കണേ. അപ്പം നമ്മൾ ഇത്രയും പകുതി ഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞു അല്ലേ. പകുതിയിൽ ഇനി ബാക്കിയുണ്ടല്ലോ നിങ്ങളെ, ഓൾറെഡി നമ്മൾ ഇത്രയും എടുത്തു കഴിഞ്ഞു, മനസ്സിലായോ. ഒരു പാലിൻ്റെ പകുതി നമ്മൾ ഇത് ഫുള്ള്, ഈ ഫുള്ളിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, എക്സ് എന്ന് പറയുന്നത്. മുമ്പ് ചെയ്ത അതേ രീതിയിലാണ് നിങ്ങളെ. ഇതിനെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ പാത്രത്തിൽ ഇരിക്കുന്ന പാല് എത്ര ഉണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ എക്സ് എന്ന് പറഞ്ഞു. ഈ എക്സിൻ്റെ പകുതി നമ്മൾ എടുത്തു എന്ന് വെച്ചോ, പകുതി എടുത്തു എന്ന് വെച്ചോ എന്നല്ല, എടുത്തു. അപ്പം നമ്മളതിനെ x/2 എന്ന് കൊടുത്തു. ഇനി ഇത് പകുതി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇത്ര ഇരിക്കുക അല്ലേ, ബാക്കി ഇത്രയും. അതിനെ നമ്മൾ 3 ഇതായിട്ട് മാറ്റുക. 3/1 ആക്കണ്ടേ, കണ്ടോ. ആ ബാക്കിയുള്ള പാലിനെ നോക്കിയേ, 1 2 3, 3/1 പറയണം കേട്ടോ. 3/1 മാറ്റുക. അതായത് ബാക്കിയുള്ള പകുതി പാല്, മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു പാത്രത്തിൽ ഫുൾ പാലായിരുന്നു, അതിൻ്റെ പകുതി അങ്ങ് മാറ്റിയപ്പോൾ ബാക്കി പകുതിയേ ഉള്ളൂ അല്ലേ. അതിനെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു. അപ്പോൾ പകുതിയാണെങ്കിൽ x/2 എന്ന് കൊടുക്കുക. ഇനി ആ ബാക്കി ഇരിക്കുന്ന പകുതിയെ നമ്മൾ വീണ്ടും 3 ഇതിനകത്തിൽ പാലാണ് പുല്ല്, അപ്പോൾ എന്താ ആ 3 അങ്ങ് എന്ന് വെച്ചാൽ ഇത്രയായപ്പോൾ ഇങ്ങനെ 3 മാറ്റുക. 3 ഭാഗങ്ങൾ, അതിൽ 3/1, ആ 3 ഭാഗിച്ചതിൽ x/2ൻ്റെ 3/1 പറയണം കേട്ടോ. ഈ ബാക്കിയുള്ളത് x/2 ആയിരുന്നേ, ഇത് ഇത്രയെന്ന് പറയുന്നത് x/2 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ 1/3 അതായത് കണ്ട് ഇത്രയല്ല വരത്തുള്ളൂ, ഇത്രയും ഭാഗമേ വരത്തുള്ളൂ കേട്ടോ. കണ്ട് ഇവിടെ ഇതില്ല, ഈ പകുതിയുടെ 1/3 കേട്ടോ, x/2ൻ്റെ 1/3. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എഴുതുമെന്നാണ് അവർ പറയുന്നത്, x/2ൻ്റെ x/2ൻ്റെ 1/3 എത്ര വരും, 1/3
ഈ x/2 എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് അറിയാവേ കുഞ്ഞുങ്ങളെ. ഞാൻ ഈ മനസ്സിലാവുന്നവർക്ക് ഞാൻ ഇതൊന്നുകൂടെ പറയുമ്പോൾ അങ്ങ് ചെറുത്തായിട്ട് വരുമായിരിക്കും, എനിക്കറിയാം. ഇത് ഇച്ചിരി കട്ടിയായിട്ട് ചില കുട്ടികൾ പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. മൊത്തം പാലിനെ നമ്മൾ എക്സ് എന്ന് കൊടുത്തു കുഞ്ഞുങ്ങളെ, എക്സ്. അതിൻ്റെ പകുതി അങ്ങ് പോയപ്പോൾ x/2, അതിന് സംശയമില്ലല്ലോ. പകുതി പോയാൽ 1/2 എന്ന് നമ്മൾ പറയത്തില്ലേ, അതുപോലെ x/2. ഇനി ആ ഇരിക്കുന്ന പകുതി പാലിൻ്റെ 1/3 അതിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ എന്താ ഇൻറ്റു വന്നത് കേട്ടോ. തന്നിരിക്കുന്ന x/2ൻ്റെ 1/3. അപ്പം x × 1 x, 2 × 3 6 ഇത് കിട്ടി കേട്ടോ. 1/3 പറയുന്നത് x/2ൽ നിന്നും നമ്മൾ ഉപയോഗിച്ച പാലങ്ങ് ഉപയോഗിച്ചത് എന്താ 1/3. x/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി, അതിൻ്റെ 1/3 ആയപ്പം x/6 ആയി കേട്ടോ. ഇനി നമ്മൾ അതിനെ എങ്ങനെ എഴുതുന്ന അറിയാം, ഈ x/2ൽ നിന്നും നമ്മൾ ആ ഉപയോഗിച്ച പാലിങ്ങ് മാറ്റണം. ഞാൻ ഇവിടെ എഴുതി വെക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ നോക്കുമ്പോൾ മനസ്സിലായി. x/2ൽ നിന്ന് ഉപയോഗിച്ച പാലുണ്ടല്ലോ, ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചത് എത്ര, ഉപയോഗിച്ച പാല് എത്ര കുഞ്ഞുങ്ങളെ, ആ പാലങ്ങ് കുറച്ച് കാണിക്കണം കേട്ടോ, കുറയ്ക്കണം. എങ്ങനെ ആയാലും വേണ്ടിയില്ല, പഠിച്ചാൽ മതി കേട്ടോ. നമ്മൾ മലയാളം എഴുതി, ഹിന്ദി എഴുതി, ഇംഗ്ലീഷ് എഴുതി എന്നുള്ളതല്ല കുഞ്ഞുങ്ങളെ, ആ സംഭവം പിടികിട്ടുക എന്നുള്ളതാണ്. അതിൽ ഈ x/2 വന്നത് പകുതിയാണ്, ഒരു ക്യാനിനകത്തിലെ പകുതി പാല്. ആ പകുതി ഇരിക്കുന്നതിൻ്റെ 1/3 നമ്മൾ എടുത്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, x/6 കിട്ടി. ഈ x/2 പകുതിയിൽ നിന്ന് ഉപയോഗിച്ച പാലെന്ന് വെച്ചാൽ 1/6 അങ്ങ് കുറയ്ക്കണം. അപ്പോൾ എങ്ങനെ കിട്ടും, x/2ൽ നിന്ന് നമ്മൾ ഉപയോഗിച്ച x/6 അങ്ങ് കുറയ്ക്കണമെന്ന് കേട്ടോ. x/6 കുറയ്ക്കണം. എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, ഇവിടെ നോക്കി നിങ്ങൾ, ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്നറിയോ, ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം ഡിഫറൻ്റ് ആണ്. ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം ഡിഫറൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും, ചെയ്യാനൊക്കെ പറ്റും. എളുപ്പവഴി എന്താണെന്നറിയോ, നമ്മൾ അതിൻ്റെ ഛേദങ്ങൾ ഒരുപോലെ ആക്കുക. ഞാൻ ഒരു വട്ടം കൂടെ എഴുതാം, കാരണം പിന്നല്ലേ നിങ്ങൾക്ക് നോക്കുമ്പോഴേ x/6. നമ്മൾ എന്തോ ചെയ്യണമെന്നറിയോ, ഈ ചെറിയ ഡിനോമിനേറ്ററിനെ വലുതാക്കാൻ ശ്രമിക്കുക, വലിയ ഡിനോമിനേറ്ററിലോട്ട് മാറ്റാൻ ശ്രമിക്കുക. നോക്കിയേ, 2നെ നമുക്ക് 6 ആക്കാൻ പറ്റുമോ, പറ്റും. എന്താ, 2 × 3 6 ആണ് അല്ലേ. അപ്പോൾ ആ × 3 ഇവിടെ കൊടുത്താൽ പോരെ. താഴെ എന്ത് കൊടുക്കുന്നോ അത് മേളിൽ കൊടുത്തോണം. നമ്മൾ പഠിച്ച വിപരീത അനുപാതത്തിലല്ലേ. ഓക്കെ, x × 3 എന്താ, x × 3 3x. 3 വന്നാൽ എങ്ങനെയാണെന്ന് സംശയം ഉണ്ടോ നിങ്ങളെ. ഇവിടെ ഒന്ന് 2ഉം ഒന്ന് 6ഉമാണ്. അപ്പം നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഈ ചെറിയ 2നെ നമ്മൾ എന്ത് ചെയ്തു, വലിയ ഡിനോമിനേറ്റർ ആക്കി മാറ്റാൻ വേണ്ടി 3 കൊണ്ട് ഗുണിച്ചപ്പം 6 കിട്ടി. ആ 3ആണ് ഇത് കേട്ടോ, ഓർത്തോണേ. അപ്പം x × 3 3x ആണ്, 2 × 3 6 ആണ്, -x/6. ഇപ്പം ഡിനോമിനേറ്റർ സെയിം ആയി. ഇനി നമുക്ക് എളുപ്പം ചെയ്യാം അല്ലേ. എന്താ, 3xൽ നിന്ന് 1x അങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കി 2x ആണ് കേട്ടോ, 2x ആണ്. പിന്നെ 6 അതുപോലെ അങ്ങ് എഴുതി വെക്കുക. അപ്പം ഇങ്ങനെ കുറച്ചപ്പം നമുക്ക് എന്ത് കിട്ടി, 2x പിന്നെ /6 കിട്ടി. 2x/6. ബാക്കിയുള്ള പാല് 2x/6 ആണ്. ബാക്കി ഇതാണ്ട് ഇതെന്ന് വെച്ച് ഈ ഇത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2x/6 ആണ്. പക്ഷേ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ, 2x/6 നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. ബാക്കിയുള്ള പാല് 5 ലിറ്ററാണ് ബാക്കി ആ പാത്രത്തിൽ ഇരിക്കുന്നതെന്ന് നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ട് കേട്ടോ. ബാക്കി ഈ ഇത്രയും സ്ഥലത്ത് ഇരിക്കുന്ന പാല് എന്ന് പറയുന്നത് 5 ലിറ്റർ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം 2x = ഈ 5നെ ഈക്വൽ കഴിഞ്ഞിട്ട് എന്തോ ആണോ കിടക്കുന്നത് അതെപ്പോഴും അതുപോലെ എഴുതിയിട്ടേ ഇനിയും വല്ലതും എഴുതാനുണ്ടെങ്കിൽ എഴുതാവൂ. 2x നമ്മൾ എഴുതി, = 5 എഴുതി. ഇനി ഇവിടെ ഈ ഡിവൈഡ് 6 കിടപ്പുണ്ട്. ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ ഇൻറ്റു ആണ്. അപ്പം 2x = 30 അപ്പം x = 30. ഇത് ഇൻറ്റു ആയപ്പോൾ ഇനി അതിപ്പോൾ ഡിവിഷനായി. ആൻസർ 15 ലിറ്ററായി. ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ പറയണോ, നിങ്ങളെ മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ എളുപ്പമാണ്. അതായത് ഒരു പാത്രത്തിൽ കുറച്ച് പാലിരിപ്പുണ്ട് ഫുള്ള്. അത് പാത്രത്തിനെ മൊത്തത്തിൽ നമ്മൾ x എന്ന് പറയുന്നു. അതിൻ്റെ പകുതി അങ്ങ് എടുത്ത് മാറ്റിപ്പോൾ നമ്മൾ x/2 അല്ലേ, ഹാഫ് പകുതി എന്ന് പറഞ്ഞാൽ x/2 എന്ന് പറയുന്നു. ഇനി ആയിരിക്കുന്ന ബാക്കി x/2ൻ്റെ അതായത് പകുതിയുടെ 1/3 അങ്ങ് മാറ്റുക കേട്ടോ. 1/3 മാറ്റുമ്പോൾ അതിൻ്റെ എന്നുദ്ദേശിക്കാനാണ് ഇൻറ്റു അടിച്ചത്. അപ്പോൾ x/6. അപ്പോൾ ആ പകുതി ഉള്ളതിൽ നിന്ന്
നമ്മൾ ആ x-6 അങ്ങ് കുറയ്ക്കാനായിട്ട് വന്നപ്പോൾ എന്താ കുഞ്ഞുങ്ങളെ, ഇവിടെ ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ വന്നു. നമ്മൾ അതിനെ ഒരേപോലെ ആക്കി, ഡിഫറൻറ്റ് ഡിനോമിനേറ്ററിനെ മാറ്റി ഒരേപോലെ ആക്കിയപ്പോൾ നമുക്ക് 2x/6 കിട്ടി. അപ്പോൾ ഈ 2x/6 ആണ് ഇവിടെ വരുന്നത്. പക്ഷേ ക്വസ്റ്റ്യനകത്തിൽ പറഞ്ഞുണ്ട് ബാക്കിയുള്ളത് 5 ലിറ്റർ ആണെന്ന് പറഞ്ഞു. 5 ലിറ്റർ പാല് അതിനകത്തിൽ ഇനിയും ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2x = 5 ഇൻറ്റു ഈ ഡിവിഷൻ 6 ഇവിടെ വരുമ്പോൾ ഇൻറ്റു 6 ആയി. 2x = 30 ആണെങ്കിൽ x = 30/2 = 15 ലിറ്റർ ആണ് കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു 3/1. അപ്പോൾ ബാക്കി ദാണ്ട് ഇവിടെ ഇത്രയും വരുന്നത് 5 ലിറ്റർ പാലാണ് ദാണ്ട് ഇവിടെ ഇത്രയും വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 5 ലിറ്റർ പാല്, ആ 5 ആണ് ഈ ചെയ്തേക്കുന്ന 5. അപ്പം നമുക്ക് 15 ലിറ്റർ കിട്ടി കേട്ടോ. മൊത്തം ആ പാത്രത്തിൽ എത്ര ഉണ്ടായിരുന്നു എന്നാണ് നമ്മളോട് ചോദ്യം. മൊത്തം ഈ പാത്രത്തിന് x എന്നല്ലേ പേര് കൊടുത്തത്. മൊത്തം ഈ പാത്രത്തിൽ എത്ര ഉണ്ടായിരുന്നു എന്നായിരുന്നു നമ്മൾ കണ്ടുപിടിക്കുന്നത്. മൊത്തം 15 ലിറ്റർ കേട്ടോ. ഇവിടെ താഴെ ഇതിൽ രണ്ടിലും മാത്രം എന്തുണ്ടായിരുന്നു, 5 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേണേ പറയാം, എന്താ ഞാൻ ഒന്നും പറയണ്ട, പഠിച്ചാൽ മതി. ഇനി ഒന്നും പറഞ്ഞു കഴിഞ്ഞ് കുളവാക്കുന്നില്ല. ഇവിടെ കൊണ്ട് നിൽക്കട്ടെ കുഞ്ഞുങ്ങളെ. നിങ്ങളെ മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ കേട്ടോ. ഞാൻ ബാക്കി ഇടാം. പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.